നമ്മളിപ്പോൾ ഇറങ്ങി ലഗേജ് ബാഗ് സഞ്ചി അപ്പല്ല പെട്ടിയ സാധനങ്ങളൊന്നും കാണുന്നില്ല. വളരെ സങ്കടം കൂടിയാണെങ്കിലും നമ്മൾ വിട പറയാൻ പോവുകയാണ് ബാങ്കോക്കിനോട്. ഗൈസ്, അപ്പം ഇന്ന് നൈറ്റാണ് ഫ്ലൈറ്റ്. വീട്ടിലെത്തിയിട്ട് ഇമ്മക്ക് സർപ്രൈസ് എടുക്കണം. അൽഫി, ഇമ്മയും കുഞ്ഞും ഞെട്ടു. ഞങ്ങൾ ഈ രാത്രിയാണ് വരുന്നത്. കുഞ്ഞെനിക്കെന്ന് അറിയില്ല. നമ്മൾ നോക്കാം, കുഞ്ഞിന്റെ റൂമിൽ പോയിട്ട് മാൻ സർപ്രൈസ് ചെയ്യാം. ആയി കുറച്ചൊരു ബെറ്റർ. സോ ബൈ ബാങ്കോക്ക് റൂം. ഓക്കേ, നമ്മളെ കാർ ഇതാക്കണ റിവേഴ്സ് എടുത്ത് വരുന്നുണ്ട്. നമ്മൾ നിന്ന റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇത് പിടിക്ക്. യെസ് ഗൈസ്, നമ്മൾ പെട്ടിയിൽ ഒരുപാട് സോസും ചിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് നാട്ടിലെത്തിയിട്ട് ഇവിടുത്തെ മിസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ രുചി എന്ന് പറയുമ്പോൾ സോസ് ആണല്ലോ. അപ്പം പാടത്തൊക്കെ അൽഫി ഉണ്ടാക്കി തരാനാണ് ട്രൈ ചെയ്യും. ഞാൻ ഇവര് എല്ലായിടത്തുനിന്നും പാത്ത കഴിക്കുമ്പോൾ ഞാൻ നോക്കിക്കുമ്പോൾ ഇവരെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. മെയിനായിട്ട് ഇവരുടെ സോസാണ്. ആ സോസിന്റെ മിക്സിങ് കിട്ടിയാൽ മതി. അതെ, ഇനി കാഴ്ചകളൊക്കെ ഇനി അറിയില്ല ഗൈസ്, ഇനി ഏത് കാലാണ് ഇങ്ങോട്ടേക്ക് റിട്ടേൺ എന്ന്. ഓ മൈ ഗോഡ് ഗൈസ്, അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഒരു മെട്രോ വിളിച്ച്, രണ്ട് മെട്രോ വിളിച്ചിട്ട് ഞങ്ങൾ എയർപോർട്ടിലെത്തി ഗൈസ്. ഇതാണ് ഇവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അത്യാവശ്യം ഹ്യൂജ് ആട്ടോ. അപ്പം ഞാൻ ഇമ്മനോട് പിന്നെ പറഞ്ഞിട്ടില്ല കേട്ടോ, ലൈക്ക് എപ്പോഴാണ് വരുന്നത് എന്താണെന്ന്. നമ്മളിപ്പം ഫ്ലൈറ്റ് കയറും, 1 മണിക്കൂറിന് ഫ്ലൈറ്റ് കയറും. എന്നിട്ട് നേരെ കൊച്ചി. നമ്മുടെ 7-11 എല്ലാം പോയി. ഇൻട്രസ്റ്റ്, എനിക്ക് പോവാനായിട്ട് ഒരു താല്പര്യമില്ല. അതാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവൾക്ക് തീരെ താല്പര്യമില്ല പോകാൻ. എനിക്ക് എന്തോ ദേഷ്യം വരില്ല. നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം, നമുക്ക് അവിടെ എല്ലാം സെറ്റ് ചെയ്യാം. അവൾക്ക് ഈ നാട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കൊന്നും മിസ് ചെയ്യുന്നില്ല, നമ്മുടെ നാട്ടിലൊന്നും മിസ് ചെയ്യുന്നില്ല എനിക്ക്. കാരണം ഒന്നാമത് നമ്മളിവിടെ ഇവൾക്ക് ആകപ്പാടെ മിസ് ചെയ്യാൻ ഞാനായിരുന്നു. ഞാനിവിടെ ഉണ്ട്. ശരിയാ. നമ്മളെ ഗേറ്റ് വരുന്നത് D1 to 8 വരെ കേട്ടോ. അതായത് D2ലാണ് വരുന്നത് ഗൈസ്. ഞാൻ വീഡിയോ എടുത്ത് പോകുന്നു കേട്ടോ. നമ്മളെ D ഒക്കെ കഴിഞ്ഞ്. എൻ്റെ ബാക്കിൽ വേറെ സാധനമുണ്ട്, അതും നോക്കിയില്ല. ഞങ്ങൾ പറഞ്ഞു തരാം നെക്സ്റ്റ് ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങണമെന്ന് ഗൈസ്. ഇതെന്താ പറയുക, സ്കൂട്ടർ പ്ലസ് ലഗേജ് ബാഗ്. അതാകുമ്പോൾ ലഗേജ് ബാഗ് ഇങ്ങനെ ഉരുട്ടി കൊണ്ടാണ്ട് ഇതിലിരിക്കുക, ഇരുന്നിട്ട് ഇതിങ്ങനെ ഓടിച്ച് പോവുക ഗൈസ്. അങ്ങനത്തെ ഒരു കിടക്കായ സാധനം കേട്ടോ. പാസ്പോർട്ടൊക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കി ഇനി നമുക്ക് പ്ലെയിൻ കയറാൻ പോവുക ഗൈസ്. സെൽഫി പറഞ്ഞ മാതിരി അവള് പ്ലെയിൻ നടന്ന് കയറാൻ പോവുക. അത് കൊള്ളാം ഗൈസ്. ബസ് കയറണം, എന്നിട്ടാണ് നമ്മൾ പ്ലെയിൻ കയറണത്. പൊളി 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 ഗൈസ്, സെറ്റ്. ഇന്ന് പ്ലെയിന് കണ്ട് കയറാം എനിക്ക്. ഓക്കെ, അവിടെ ഇരിക്കുവാ. ഇപ്പം നമ്മൾ എയർപോർട്ടിനുള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ട, നമ്മളിപ്പോൾ ഇറങ്ങി. അതാണ് പ്ലെയിൻ. ഭാഗ്യമില്ല ബേബി, ഇല്ലെങ്ങനെ കയറി പോകണം. കാണാം, ജസ്റ്റ് ഒന്ന് കാണാം. ഞങ്ങൾ കയറുന്ന ചെറിയ ഫ്ലൈറ്റാല്ലേ. ഈ ഗുഹ നമ്മളെ വിട്ട് പോവില്ല. എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക് എടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കയറാൻ തോന്നും. കണ്ടില്ലേ, അതേ ഹാപ്പിയല്ലേ. നമ്മളുടെ പൈലറ്റാണ് കേസ് അവിടെ ഇരിക്കുന്നത്. കണ്ട, ഫോട്ടോ എടുക്കുകയാണ് കേസ് പൈലറ്റിന്. ഇതെന്തോ ഓപ്പറേഷൻ പാനലാട്ടോ. ഒന്ന് പിടിച്ച് തിരിക്കണ്ട കേട്ടോ. കൊച്ചിയിലേക്കുള്ള കോഴിക്കോടൊക്കെയാവും. ഞങ്ങളിങ്ങനെ പ്ലെയിനിൽ കയറിയിരിക്കുന്നു ഗുയ്സ്. വീണ്ടും വിൻഡോ സീറ്റ്. ഇപ്രാവശ്യം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയില്ലേ, കുറച്ച് അങ്ങോട്ടായി പോയി. ഇവിടെ ആണെങ്കിൽ സെറ്റ് ആണ്. ഇത് നമ്മളെ സീറ്റ് തന്നെ ഗൈസ്, അവർ ഓൺ സീറ്റ്. അപ്പം ഇനി ഫോണ്, എന്ത് വാൾപേപ്പർ അടിയത്? വാൾപേപ്പർ അല്ല, എന്തോ എൻ്റെ ഫോണിൽ. ലെറ്റ്സ് ഗോ ഫോർ ഫ്ലൈറ്റ് മോഡ്. അന്ന് കഴിച്ചില്ലേ ഗൈസ്? അപ്പം പ്ലെയിന് ലാൻഡ് ചെയ്തു, നമ്മൾ പോവുകയാണ്. ബേബി ഹാപ്പി? എന്തിട്ട് വാ. എല്ലാവരും ഇറങ്ങിട്ടോ. ഇനി ബാക്കിൽ കുറച്ച് ആൾക്കാരോടെ ഇറങ്ങാനുള്ളൂ. അങ്ങനെ നമ്മൾ എക്സിറ്റ് ചെയ്തു. പിങ്ക് ഡ്രസ്സിനല്ല രസമുണ്ടല്ലോ കാണാൻ. നമ്മൾ വന്ന പ്ലെയിനാണ് ഗൈസ്. അൽഫി, നമ്മളെ ലഗേജസ് ചിലപ്പോൾ ഇതാക്കണ അവരെടുത്ത് കൊണ്ടുപോകണതാ ലഗേജസ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളെ സഞ്ജയിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം വരും. എൻ്റെ മിനിയും കൊണ്ടായിട്ട് വരിക. കാരണം വെച്ചാൽ എൻ്റെ മിനി
ഒരു 1-2 ആഴ്ചൻ്റെ അടുത്ത് അവൻ്റെ കയ്യിലായിരുന്നു. എനിക്ക് എത്ര ദിവസം തോന്നുന്നു, അറൗണ്ട് 10 ദിവസമായിട്ടായി. ഇവിടെ ഒന്നും ആരുമില്ല ഗൈസ്, ഹിന്ദി എത്തിയപ്പോൾ ഇവിടെ ഒന്നും ആരും കാണുന്നില്ല. നമ്മള് ബാങ്കോക്കിൽ നിന്ന് വന്നപ്പോ അവിടുത്തെ എയർപോർട്ടിൽ ഭയങ്കര തിരക്കും ഭയങ്കര ആൾക്കാരും. ഒരു ലൈവായിരുന്നു അവിടുത്തെ. ചെന്നിറങ്ങിയപ്പോഴായാലും ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ ഇവിടെ ആരും കാണാൻ നമ്മൾ ഒരു ഒഴിഞ്ഞ മോള് പോലെ മാറിപ്പോയോന്നൊക്കെ. സത്യം ഞാൻ വിചാരിച്ചു ഞാൻ ഇറങ്ങിയത് മാറിപ്പോയോന്ന്. പിന്നെ എന്തോ അവിടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ അവിടെ പിന്നെ ഇതാക്കണം നമ്മളെ മലബാർ ഗോൾഡിൻ്റെ ഒക്കെ ഇവിടെ കാണാം. അപ്പം നമ്മൾ ഒരു ലഗേജ് കിട്ടി, പല ലഗേജസും പോകുന്നുണ്ട് കേട്ടോ. ഏതാന്ന് കാണുന്നില്ല. ഓരോന്ന് വരുന്ന നോക്കിയാൽ ഇങ്ങനെ വന്നിട്ട് എന്ന് പറഞ്ഞ് ഇവിടെ വെക്കും. ഗൈസ് അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തിയിരിക്കുന്നു. മമ്മിയും എല്ലാവരും മെസ്സേജ് ചിരിയാണ് എനിക്ക്. സഞ്ജയ് പുറത്തുണ്ട് കേട്ടോ. സിമ്മ് കിട്ടാൻ കുറച്ച്, സിമ്മല്ല നെറ്റ് റീചാർജ് ചെയ്യണമായിരുന്നു. എത്തിയില്ലേ? സഞ്ജയ് ലേഖാവല്ലട്ടാ വയ്യായി. അപ്പം അവൻ സാങ്യൊന്നും ആയിട്ടാട്ടോ വന്നത്. ഇനിയിപ്പോൾ ഇങ്ങേരുടെ വീട്ടിൽ പോയിട്ട് കാർ എടുത്ത് പോകണം. എല്ലാം പെട്ടെന്നായിരുന്നു. ബൈ ദ ബൈ സഞ്ജയാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത്. സഞ്ജയും മിട്ടും വന്നിരുന്നു. ഹായ് മിട്ടു, ഹൗ ആർ യു? അപ്പം സഞ്ജയിൻ്റെ വീട്ടിലാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. ഉറങ്ങാണ്ട് കാത്തിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഗൈസ്, ഉറങ്ങാണ്ട്. ശരി, നമ്മളങ്ങനെ എത്തി ഗൈസ്, നമ്മളങ്ങനെ എത്തി. മമ്മി ഇവിടെ ഉണ്ട്. മമ്മി സ്നേഹപ്രകടനമാണ്. കൊണ്ടുവന്ന് പെട്ടി പൊട്ടിക്കാൻ. പെട്ടി ആദ്യം എടുത്ത് പോണത്. ആ കുഞ്ഞിനെ നമുക്ക് റൂമിൽ പോയിട്ട് സർപ്രൈസ് ചെയ്യാം. ഓക്കെ ബേബി അവിടെ നിൽക്ക്. ഉരുക്കലേടിയോ എല്ലാം എടുക്കുന്നുണ്ടല്ലോ. നമുക്ക് കുഞ്ഞിനെ ബാക്ക് പാക്ക് കൂടെ എടുക്കട്ടെ. ഞാൻ ഇമ്മക്ക് സർപ്രൈസ് കൊടുക്കണ സാധനം ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ കഴിഞ്ഞില്ല, ടയേർഡായി. പിന്നെ ഈ കാറില്ലേ, ഈ കാർ ഇവിടെ ഇങ്ങോട്ട് നിർത്തിയിട്ടായിരുന്നു. അപ്പം നമ്മളെ മിനി ഇങ്ങോട്ട് കയറത്തില്ല. അപ്പം പിന്നെ അമ്മനെ വിളിച്ച് കാറിൻ്റെ കീയൊക്കെ വാങ്ങി. കാരണം ഇവിടെ കാറ് നിർത്തിക്കാനില്ല, അപ്പോഴത്തേക്കും വണ്ടിക്ക് വരും. സീനാണ് കേസ്. ഓക്കെ, സോ നമ്മൾ കുഞ്ഞുവിനെ സർപ്രൈസ് ചെയ്യാം. അയ്യോ, ഈ ബാഗ് എടുക്കട്ടെ. ഇതൊക്കെ സാധനങ്ങളാണ് ഗൂയ്സ്. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. ഇല്ല അത് തട്ടിയത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി കുഞ്ഞിന് സർപ്രൈസ് കൊടുക്കാം. ഓക്കെ, മങ്ങളെ വിളിക്ക്. ഒന്ന് നീക്കിയോ? സർപ്രൈസ് കുഞ്ഞു, കാലങ്ങൾക്ക് ശേഷം ഞാൻ വന്നു. ചെറുക്കി എങ്ങനെയുണ്ട്? ദുബായിൽ നിന്ന് ബാങ്കോക്കിൽ നിന്ന് വന്നു. നിനക്ക് പെട്ടി നിറച്ച് മിഠായി ആയിട്ടാണ് ഞാൻ വന്നത്. ലേൽവി, പെട്ടി നിറച്ച് മിഠായി. സന്തോഷം. ചൊറി മിഠായി ഉണ്ട്, പല മിഠായി ഉണ്ട്. ഗുഡ് മോർണിംഗാ? ഇത് രാത്രിയാ? രാവിലെ ആയില്ല, 12 മണി ആയിട്ടില്ല. മോണിറ്ററൊക്കെ ഇറക്കണ നോക്കി അവള് ഗെയിം കളിച്ച് തിരിച്ചാ. എന്താ ഗിഫ്റ്റൊക്കെ? ഓ, വാലന്റൈൻസ് ഡേ ഗിഫ്റ്റൊക്കെ. കുഞ്ഞു, നമുക്ക് വിശദമായിട്ട് നാളെ മോർണിംഗ് കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ പെട്ടി പൊട്ടിക്കാണ്ട് ഇവര് കടന്നുറങ്ങൂല എന്നാണ് പറഞ്ഞത്. പൊട്ടിക്കുന്ന മുമ്പ് കൈയിട്ട് വാരരുത്, മനസ്സിലായില്ലേ? എല്ലാരും ഓരോ ഡിസ്റ്റൻസ്, അങ്ങോട്ട് ഓരോ ഡിസ്റ്റൻസ് ഇട്ടിരിക്കും. എന്താണ് മങ്കി ഞങ്ങളവിടെ കണ്ടപ്പോ വാങ്ങി. അപ്പൊ ഉമ്മക്കുള്ള മങ്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്ക്രബാട്ടമ്മ, സ്ക്രബാണ്. ഓക്കെ, കുഞ്ഞുകുപ്പി, ചോക്ലേറ്റ്, ഇതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയ ചോക്ലേറ്റ്സും. ഞങ്ങൾ വീഡിയോ ചെയ്ത് അത് കഴിച്ചതല്ല, ഓട്ടാക്കിയതാ. അത് ബുൾഡാക്കിന്റെ സോസാണ്. വലിയ ബ്രാൻഡ് ആട്ടമ്മ, ലോറിയൽ. അത് ഹെയർ സ്പ്രേ ആണ് എന്റെ. അത് മറത്ത് വെക്കണത് ഹെയർ സ്പ്രേ.
കണ്ടില്ല നോക്കട്ടെ. ചോക്ലേറ്റ് എന്ന് പറയുന്നത് ആ, ഇത് അതൊക്കെ എന്താന്ന് പറഞ്ഞതാ. ചൂസ് ചെയ്ത് കഴുകുന്നു. ഇവിടെ പൊട്ടിച്ച് കഴിക്കല് ഓൾക്ക് കഴിക്കണം, ഓൾക്ക് കഴിക്കണം. ഞാൻ ഇനിയെങ്കിലും ഉമ്മക്ക് മേടിച്ചാൽ ലിപ്സ്റ്റിക് ഒന്ന് നോക്കി എടുക്കട്ടെ. ഡ്രസ് ഉണ്ട് നിങ്ങൾക്ക് വാങ്ങിയ. ഇവിടെ എന്താ നടന്നെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. എന്തോ നടന്നേ, പെട്ടിയ സാധനങ്ങളൊന്നും കാണുന്നില്ല ഗൈസ്. പെട്ടിയ സാധനങ്ങളൊന്നും കാണുന്നില്ല ഗൈസ്. ബേബി നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ എവിടെ സാധനങ്ങള്? ഡ്രസ്സ് ഞാൻ എടുത്താലോന്ന് വിചാരിക്കുന്നത്. കുരിപ്പ് കൊറേ സാധനങ്ങൾ. ഇതൊക്കെ കുഞ്ഞോളെ ഡ്രസ് കേട്ടോ, കമ്മൽസ് കേട്ടോ, ഒക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടപ്പോ കണ്ട ഞാൻ ഓരോന്ന് ട്രൈ ചെയ്യുന്നു. ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മങ്കിന്റെ കോമഡി അടിക്കേ, മങ്കിനടിക്കേ. പേടിച്ചെല്ലാരും ഇമ്മ പേടിച്ച്, ഞാനും പേടിച്ച്. ഞാനും ഇത് സൗണ്ട് ഉണ്ടാക്കുന്ന എനിക്കറിയില്ല. രാത്രി 2 മണിക്ക് അത് സൗണ്ട് ഉണ്ടാക്കുന്നു, പേടിച്ചു. നല്ല ക്യൂട്ടി എനിക്ക് തരുമോ? ഓക്കെ ഗൈസ്, അപ്പോൾ നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബൈ.